ഹലോ, സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ഒരു കറിയാണ്, പഴത്തിൻ്റെ കറി, ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു കറി എന്ന് പറയുന്നത് മധുരത്തിലുള്ളതാണ് കേട്ടോ. ഇത് എൻ്റെ വീട്ടിലൊക്കെ ചെറുപ്പത്തിൽ ഉമ്മ ചെയ്യുമ്പോൾ അത് ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് അതിൻ്റെ കോമ്പിനേഷൻ, പിന്നെ പുട്ടിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് കഴിച്ചവർക്കറിയാം, നല്ല ടേസ്റ്റാണ്. ഏത്തപ്പഴം തേങ്ങാപ്പാലിലൊക്കെ വേവിച്ച് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ വീട്ടിൽ പണ്ടുമ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചൗവരി ചേർക്കാറില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു എക്സ്ട്രാ എന്നുള്ളതിലാണ് ഈ ചൗവരി ചേർക്കുന്നത്. അപ്പോൾ ചൗവരി കുറച്ചെടുത്ത് ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി വാർത്ത് വയ്ക്കാം. ഇനി കുറച്ചധികം വെള്ളം തിളയ്ക്കുമ്പോൾ ഈ ചൗവരി ചേർത്ത് കൊടുക്കാം. ഇനി ആ മണികളൊക്കെ ഒന്ന് ട്രാൻസ്പാരൻ്റ് ആവുന്നത് വരെ വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ കൂടുതൽ ചേർത്തിട്ട്, അധികം വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം പറ്റിയ പോലെ തോന്നി, അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അത് വാർത്തോടെ മാറ്റി വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ്, ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് 2ാം പാല്, അരമുറി തേങ്ങ ചെരുവിതിയിൽ നിന്നുള്ള 2ാം പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് പശുവും പാലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ഏത്തപ്പഴം 4ആക്കി നീളത്തിൽ കീറിയിട്ട് അരിഞ്ഞെടുത്തതാണ്, ഒരു 1/4 ഇഞ്ച് തിക്നെസ്, 1/4 ഇഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് വേണ്ട, 1/4 ഇഞ്ച് മതി. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. ഏത്തപ്പഴം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മുടെ നേരത്തെ വേവിച്ച് വെച്ച ചൗവരി ചേർത്ത് കൊടുക്കാം. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വേണം കേട്ടോ. ഈ സമയത്ത് ഫ്ലെയിമൊന്നും കുറച്ച് പോകരുത്, ചിലപ്പോൾ തേങ്ങാപ്പാൽ പിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നന്നായി തിളച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് വറുത്ത അരിപ്പൊടി എടുക്കാം. അത് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കട്ടയില്ലാതെ കലക്കാം. ഇനി അത് നമ്മുടെ ഈ തിളയ്ക്കുന്ന മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഒന്ന് കുറുകി വരും അരിപ്പൊടി ചേർക്കുമ്പോൾ. അരിപ്പൊടി ചേർത്ത് ഒന്ന് തിളയ്ക്കുമ്പോൾ അത് കുറച്ച് കുറുകി വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. പഞ്ചസാരയും ചേർത്ത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത്, 2 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 നുള്ളു ഉപ്പ്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയും അരിപ്പൊടിയും ഏലക്കയും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് ഒരുവിധം ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് നല്ല കട്ടിയുള്ള 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഇന്ന് തിള വരുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ ചൂടായി തിളയ്ക്കണം എന്ന് ആവശ്യമില്ല. തിള വന്നു തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലും ആ പഴവും എല്ലാം കൂടെ ചേരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഇത് ഉള്ളി താളിക്കാനുണ്ട്. അതിനായിട്ടൊരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ ഒരു 3-4 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെയുള്ള മധുരത്തിൻ്റെ നമ്മൾ റവ കാച്ചുമ്പോഴൊക്കെ ഉള്ളി താളിക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ ഉള്ളി താളിക്കും. അപ്പോൾ അതിനൊരു ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ശരിക്കും നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കറികളിൽ ഉള്ളി താളിക്കുമ്പോൾ അങ്ങനെ ചെയ്യാത്തൊരു എന്തോ ഒരു ഓടായിട്ട് തോന്നും. പക്ഷേ അത് ഭയങ്കര ഉള്ളി നിറം മാറി വരുമ്പോൾ കുറച്ച് ബദാം കട്ട് ചെയ്തത്, ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം എടുക്കാം. അപ്പോൾ ഈ ബദാമിന് പകരം കശുവണ്ടിയാണ് മിക്ക ആൾക്കാരും ചേർക്കുക. പക്ഷേ ഈ ബദാം ഒന്ന് ചേർത്ത് നോക്കും, നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഈ പഴം അതിൻ്റെ കറി കഴിക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ ബദാം കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്.
ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഈ പഴത്തിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, പഴത്തിൻ്റെ മധുരക്കറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് ഈ കറി തയ്യാറാക്കുക. അതൊരു ഭയങ്കര കോമ്പിനേഷനാണ്. അത് ശരിക്കും ട്രൈ ചെയ്ത് നോക്കണം, അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുക. വെറുതെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ഈ ഇടിയപ്പത്തിൻ്റെ കൂടെ എങ്ങനെ ശരിയാവും അങ്ങനെ വിചാരിക്കും. അങ്ങനെയല്ല, ശരിക്കും നിങ്ങളത് ചെയ്ത് നോക്കൂ, എന്നിട്ട് കഴിച്ച് നോക്കുക. അപ്പോൾ ശരിക്കും മനസ്സിലാവും ആ ടേസ്റ്റ് എന്താണെന്നുള്ളത്. പിന്നെ പുട്ടിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യാം. പത്തിരിയുടെ കൂടെ വേണമെങ്കിൽ കഴിച്ചു നോക്കാം. അതൊക്കെ നല്ല കോമ്പിനേഷനാണ്. പത്തിരിയുടെ കൂടെ അടിപൊളി ആയിരിക്കും അല്ലേ? ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല, ഒന്ന് ചെയ്ത് നോക്കണം. ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് കിട്ടുമല്ലോ, പത്തിരിയുടെ കൂടെ കഴിക്കുമ്പോൾ എന്തായിരിക്കും ടേസ്റ്റ് എന്ന്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നല്ലതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ തന്നെയാണ്, പഴമായാലും പാലായാലും എല്ലാതും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. താങ്ക് യു.